السلام عليكم ورحمة الله. أن رسول الله صلى الله عليه وسلم قال حجبت النار بالشهوات وحجبت الجنة بالمكاره متفق عليه. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിത്ത് ഹുജിബത്തിന്നാറു ബിഷഹവാത്തി, നരകത്തെ മൂടപ്പെട്ട്, ബിഷഹവാത്തി വികാരങ്ങളെ കൊണ്ട്, ആഗ്രഹങ്ങളെ കൊണ്ട് നരകത്തെ ഇങ്ങനെ പൊതിയപ്പെട്ടു. ഹുജിബത്തിൽ ജന്നത്തു, സ്വർഗത്തെ പൊതിയപ്പെട്ടു അല്ലെങ്കിൽ സ്വർഗത്തെ ആവരണാക്കപ്പെട്ടു, ബിൽ മക്കാരിഹി വെറുക്കപ്പെടുന്ന സാധനങ്ങളെ കൊണ്ട്, വിഷയങ്ങളെ കൊണ്ടാണ് സ്വർഗത്തുക ആവരണാക്കിരെ അല്ലെങ്കിൽ സ്വർഗത്തെ മറക്കപ്പെട്ടെ, നരകത്തുക ആവരണാക്കിരെ നരകത്തെ മറക്കപ്പെട്ടെ, ശഹവത്തുകളെ കൊണ്ടാണ്, വികാരങ്ങളെ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിത്ത്. അങ്ങനെ ചെന്നെങ്കിൽ നരകത്തുക്ക് പോണു ഭാരി സുലാഭാണ്ട്. ഇതിലർത്ഥം ഒരാൾക്ക് നരകത്ത് പോണു ഉണ്ടായെങ്കിൽ ഒരു മിനിറ്റ് കൊണ്ട് എന്താക്കാം നരകത്ത് പോണു സാധ്യം. അതേസമയത്ത് സ്വർഗത്ത് പോകണമെങ്കിൽ ചെമ്മ അധ്വാനാക്കണം. നരകത്ത് പോണ്ട ആൾമാർക്ക് ആങ്ങ് തിന്മ മോശമായ പ്രവർത്തനാക്കോ ഭാരി സുലാഭാണ്ട. മോശമായ പ്രവർത്തനത്തെ എടുക്കാണ്ട് മനുഷ്യന്മാരെ മനസ്സിങ്ങനെ പോയോണ്ടിക്കല്. ഒരു മനുഷ്യയുടെ മനസ്സ് എപ്പോഴും അവന്റെ ശരീര എപ്പോഴും അവന്റെ ആഹ്വാനാക്കടെ ഈ ഷഹവത്ത് കയറ്റിക്കട അഥവാ വികാര അവന്റെ നഫ്സു ചൊന്നದಕ್ಕೆಲ್ಲ കേക്കിടങ്കിത്ത ഒരവസ്ഥക്ക് അവನು ബലിയാവുടെ. അതാണ് ഷഹവത്ത്, വികാരത്തുക മനുഷ്യ ബലിയാവുടെ. അപ്പോ കള്ളു കുടിക്കല്, അതുപോലെ തന്നെ വ്യഭിചരിക്കല്, പെണ്ണു പിടിക്കല്, അതുപോലെ തന്നെ പലിശ വാങ്ങല്, ഇതൊക്കെല്ലാം മനസ്സ് ശരീരം എപ്പോഴും ആഹ്വാനാക്കിക്കൊണ്ടിരിക്കല്. നീ ബഡ്ഡി എടുത്തെങ്കെന്തോ ആവില്ലേ, അല്ലെങ്കിൽ നീ കള്ളു കുടിച്ചെങ്കെന്തോ ആവില്ലേ, നീ അന്യപ്പെണ്ണിയുടെ പിറകത്ത് പോയെങ്കെന്തോ ആവില്ലേ, നീ അക്രമാക്കിയെങ്കെന്തോ ആവില്ലേ, അതുപോലെ നീ ഇവിടെ പ്രതിഭടനാക്കിയെങ്കെന്തോ ആവില്ലേ, റോഡ് ബ്ലോക്ക് ആക്കിയെങ്കെന്തോ ആവില്ലേ, മനുഷ്യന്മാർക്ക് ഉപദ്രാക്കിയെങ്കെന്തോ ആവില്ലേ. അത് നല്ലേന്ന് ചൊന്നിട്ടു ആ ഒരു അവസ്ഥക്കാണ് മനുഷ്യരുടെ ശരീരം ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ അതിരെല്ലാം അതിജീവിച്ചിട്ട് സ്വർഗത്തുക്ക് പോകുന്ന ഭാര്യ പണിയുണ്ടു. സ്വർഗത്തെ ആവരണാക്കിയെന്തിനെന്ന് ചൊന്നെങ്കിൽ വെറുക്കപ്പെടുന്ന കാര്യങ്ങളെ കൊണ്ടും പെട്ടെന്ന് മനസ്സും ശരീരക്ക് പോണ്ടുള്ളേ. ഉദാഹരണത്തിന് സ്വർഗത്തുക്ക് പോകണമെങ്കിൽ ചെമ്മ പണിയുണ്ടു, നിസ്കരിക്കണു. സുബ്ഹാനല്ലാഹ്, മുനാഫിഖീങ്ങൾക്ക് അതുപോലെ മടിയന്മാർക്ക് നിസ്കാരം ചൊന്നെങ്കിൽ വലിയ പർവ്വതത്തമേ ചുമന്ന പോലെ തന്നെ ഭാരവിടെ കാല് ജണ്ടറക്കാർ നിസ്കരിക്കലേന്ന് ചൊന്നെങ്കിൽ ഭയങ്കര ബേജാറ്, ഭയങ്കര വെറുപ്പു, കാമു കുസാലാണ്ട, എന്തോ മടി പിടിച്ചങ്ങളെ പോലെ കസായിക്കാനൊക്കെ ബലിച്ച പോണ്ടെങ്കിൽ മൃഗത്തെ പോലെയാണ് നിസ്കരിക്കുക കുറെ ആൾമാർ നിൽക്കടേ. കാരണം നിസ്കരിച്ചെങ്കിൽ സ്വർഗത്തുക്ക് പോണ്ടു. പക്ഷെ സ്വർഗത്തെ ആവരണാക്കിടെ ശരീരത്തിക്ക് വെറുപ്പുള്ളെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ടാണ്. സക്കാത്ത് കൊടുക്കണം ചൊല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ പൈസ ഉള്ള ആൾക്ക് എത്ര ബേജാറവിടെ. സുബ്ഹാനല്ലാഹ്, ഇത്രയും അധ്വാനിച്ച് ഞാൻ ഉണ്ടാക്കിയ പൈസത്തെ ഞാൻ സക്കാത്ത് കൊടുക്കണമാ, അവന്റെ കൈ വണ്ടേ ഇല്ല, അവന്റെ മനസ്സ് ശരീരം കേക്കടേ ഇല്ല. അതുപോലെ തന്നെ ഹജ്ജാക്കണു, ഇത്ര 2 ലക്ഷം 3 ലക്ഷം ചെലവാക്കി ഞാൻ എന്തി ഹജ്ജ് പോണു, ആ പൈസത്തിൽ കൂടെ വേറെ എന്തെങ്കിലും വ്യാപാരാക്കാവൂല്ലേ. അപ്പൊ വെറുക്കപ്പെട്ട ഇങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ടാണ് സ്വർഗത്ത് പോകേണ്ടത്. ഈ കാര്യത്തെ ആക്കിയെങ്കിൽ സ്വർഗത്ത് പോകണ സാധ്യാണ്ട. ഇബ്ലീസ് എപ്പോഴും ലഅനത്തുല്ലാഹി അലൈഹി ഒരു ജാഗയിൽ ഒരു ഗാനമേള നടക്കുന്നുണ്ട് പേരിക്ക. ഭയങ്കര അന്യ പെണ്ണുങ്ങളെ തുള്ളലും പാട്ടും അതും ഇതും കുത്തും സംഗീതെല്ലാം നടക്കുന്നുണ്ടായെങ്കിൽ അതേ രായത്തിൽ വേറൊരു പക്കം നല്ല ബുർദ മജ്ലിസ് നടക്കുന്നുണ്ടായെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഈ ഗാനമേളത്തോടെ നല്ല ആളിക്കു. കാരണം എന്തെന്ന് ചൊന്നെങ്കിൽ ഇബ്ലീസ് റെഡീക്കടവിടെ ബുർദ മജ്ലിസിക്ക് ബണ്ണെങ്കത്തെ ആൾമാരെ തടയുകൂ, അങ്ങനെ പെട്ടെന്ന് അപ്പുറത്ത് കെടുത്ത പോണുകൂ ആൾ ചെമ്മ റെഡീക്കിട്. അതുകൊണ്ടാണ് ഏത് സംഗീതത്തെ സദസ്സും ഏത് ഗാനമേളത്തെ സദസ്സും നല്ല ആൾമാരിക്കിട് ചൊന്നെങ്കിൽ ഇബ്ലീസ് പെട്ടെന്ന് അപ്പുറത്ത് തിരിച്ചു വിടുക സാധ്യമാവുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ വികാരം മനുഷ്യരെ മനസ്സ് പെട്ടെന്ന് പോണ്ടേ, മനുഷ്യരുടെ ശരീരം പെട്ടെന്ന് ആകർഷിച്ചു പോണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെ കൊണ്ടാണ് നരകത്തെ ചുറ്റിരെ. അപ്പൊ പെട്ടെന്ന് മനുഷ്യന്മാർ അതൊക്കെ പോണ്ടാറ്. അതേസമയത്ത് സ്വർഗത്ത് പോകണമെങ്കിൽ തെല്ല് സ്വറവുണ്ടു. സുബൈക്ക് 4:45 ബാങ്കാവുടു, തെല്ല് എണിക്കണു. ചളിയുടെ ടൈമത്ത് പ്രത്യേകം എണിക്കുക ആവില്ലേ, അവൻ ഒള്ളിപ്പയച്ചിട്ട് പിന്നെയും മുദ്ദായിട്ട് ഉറങ്ങടാ. സൂര്യ ഉദയാൽ പിന്നെ എണിക്കടാ. അവിടെ സ്വർഗത്തുക്ക് പോകണുണ്ടായെങ്കിൽ നീ സുബൈക്ക് എത്രയും പെട്ടെന്ന് എണിച്ചിട്ട് 2 റക്അത്ത് അള്ളാഹുടെ മുന്നോൾ നിസ്കരിക്കണു. ശരീരத்துக்கு വലിയ വെറുപ്പുള്ള ഒരു വിഷയമാണ്. പക്ഷെ ആ വെറുപ്പുള്ള വിഷയത്തെ അതിജീവിച്ചിട്ട് നീന് നടന്നിട്ടായെങ്കിൽ നിനക്ക് സ്വർഗത്തുക്ക് പോകണ സാധ്യ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര നല്ല പഴക്കം നോക്കൂ. അതുകൊണ്ട് എപ്പോഴും ശരീരത്തൊട്ടിക്ക് വലിയ ഹോറാട്ടാക്കുന്നു. കത്തി തൊന്നെ പിടിച്ചിട്ട് ആരാരൊട്ടിക്ക് ഹോറാട്ടാക്കടല്ല, സ്വന്തം ശരീരാണ് നന്റെ ഏറ്റവും വലിയ ശത്രു. നന്റെ ഏറ്റവും വലിയ ശത്രു ഇത് കേട്ടെങ്കിൽ ഇന്ന നഫ്സല അമ്മാറത്തും ബിസു, എല്ലാ തപ്പാക്കണമെന്ന് ചൊന്നിട്ട് നക്ക് പടിപ്പാട്ടിക്കൊണ്ടിരിക്കടെ നന്റെ ശരീരമേ ആയിട്ടിക്കല്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധത്തെ തിരിച്ചു വരുമ്പോ സ്വഹാബികളൊട്ടിക്ക് ചൊന്തു, പിന്നെ റജഅനാ മിനൽ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബരി, ഞങ്ങൾ ഇപ്പൊ ചെറിയ യുദ്ധത്തെ വലിയ യുദ്ധத்துக்கு പോയോണ്ടുള്ള. അപ്പൊ സ്വഹാബിങ്ങൾ അത്ഭുതമായിട്ട് സുബ്ഹാനല്ലാഹ്, കത്തി, ദൊണ്ണ്, ആയുധ ഇതെല്ലാം പിടിച്ചിട്ട്
രണാങ്കണത്തിൽ യുദ്ധാക്കിയെങ്കെത്ത നങ്ങ എത്ര ആള് മരിച്ചു പോയാർ, എത്ര ആള് ചോര രണാങ്കണത്തിൽ പൂന്തു, അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് പ്രാണ പോലും കൊടുത്തിട്ട് റൂഹ് പോലും കൊടുത്തിട്ട് ശക്തമായിട്ട് യുദ്ധാക്കിയിട്ടാണ് നങ്ങ ഇപ്പൊ പണ്ട്. എന്നിട്ട് നബിത്തങ്ങ ചൊല്ലെ നങ്ങ ആക്കി വന്നത് ശരിയ യുദ്ധമാണ്, വലിയ യുദ്ധത്തിന് പോണുകൊണ്ടു. സ്വഹാബി അത്ഭുതമായിട്ട് കേട്ടാർ, ഏത് നബിയാ വലിയ യുദ്ധ? അപ്പ നബിത്തങ്ങ ചൊന്ന ഉത്തരാണ് ജിഹാദുൻ നഫ്സ്, സ്വന്തം ശരീരത്തൊട്ടിಗೆ ആക്കടങ്കത്തെ, അല്ലെങ്കിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഷൈത്താന്റെ ഒട്ടിಗೆ ആക്കടങ്കത്തെ സമറ ജിഹാദ്, അതാണ് ഏറ്റവും വലിയ ജിഹാദ് ഉണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പടിപ്പാട്ടി. അതുകൊണ്ട് ഇങ്ങനത്തെ ആ കാര്യത്തെ മനസ്സിലാക്കിയിട്ട് വികാരത്തെ പിറകളൊന്നും പോവാണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പടിപ്പാട്ടി എങ്കത്തെ ആ നഫ്സുകും തെല്ല് ഭാര ആവുടെങ്കത്തെ നഫ്സ് വെറുക്കിടെങ്കത്തെ ഇപ്പൊ ഈ ചൊന്ന ഇങ്ങനത്തെ നല്ല കാര്യത്തെ ആക്കിയിട്ട് സ്വർഗത്തുക്ക് പോകണമെങ്കിൽ ഒരവസ്ഥ ഉണ്ടാവണു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ലതിരെ പിറകത്തെ മാത്രം പോണുകും ಬೆಡಕಡೆ ವಿರೋಧಿಕ್ಕಗೂ ಅದರ ದೂರಾಕ್ಕೂ ಅಲ್ಲಾಹು നമുക്കെಲ್ಲ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ നബി തങ്ങൾ ചൊന്ന ഹദീസാണ് ഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്തി വഹുജിബത്തിൽ ജന്നത്തു ബിൽ മക്കാരി. അതുകൊണ്ട് ബെടക്ക് മനസ്സ് ഇങ്ങനെ ചിന്തിപ്പിക്കുമ്പോ ശരീര ബെടക്കിലൊട്ടിಗೆ പോണുണ്ട് ചൊല്ലുമ്പോ പെട്ടെന്ന് ഈ ഹദീസ് നമുക്ക് ഓർമ്മ പറഞ്ഞു. നബി തങ്ങൾ ചൊന്ന പലക്ക് എത്ര നല്ല ശരിയാണ്. നരകത്തുക്ക് പോണുകു ഷഹവത്ത് കാരണ, അതേ സമയത്ത് സ്വർഗത്തുക്ക് പോണുകു നഫ്സ് വെറുക്കടങ്കത്തെ ഈ ഇബാദത്താണ് കാരണ. അതുകൊണ്ട് ഈ ഇബാദത്തിനെ യാറ ആക്കിയിട്ട് സ്വർഗം കരസ്ഥമാക്കണമെങ്കിൽ ഒരവസ്ഥ നമുക്ക് ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.